2025 പ്രഭാത മുരളി ബാബ് ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളായിരിക്കുന്നു. നിങ്ങളിൽ യാതൊരു ആസുരീയ ഗുണവും ഉണ്ടായിരിക്കുവാൻ പാടില്ല. തൻ്റെ ഉന്നതി ചെയ്യണം, അലംഭാവം കാണിക്കരുത്. ചോദ്യം: താങ്കൾ സംഗമയുഗി ബ്രാഹ്മണരായ കുട്ടികൾക്ക് ഏതൊരു നിശ്ചയവും ലഹരിയുമാണ് ഉള്ളത്? ഉത്തരം: കുട്ടികളായ നമുക്ക് ഈ നിശ്ചയവും ലഹരിയുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ സമ്പ്രദായത്തിലേതാണ്. നമ്മൾ സ്വർഗവാസിയും വിശ്വത്തിൻ്റെ അധികാരിയും ആയിക്കൊണ്ടിരിക്കുന്നു. സംഗമത്തിൽ നമ്മൾ ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരിക്കുന്നു. ആസുരീയ സന്താനത്തിൽ നിന്നും ഈശ്വരീയ സന്താനമായി 21 ജന്മങ്ങളിലേക്ക് സ്വർഗവാസിയാകുന്നു. ഇതിനേക്കാൾ വലുതായി മറ്റൊരു കാര്യവും ഇല്ല. ഓം ശാന്തി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പൊതുവെ മനുഷ്യർ ശാന്തി ഇഷ്ടപ്പെടുന്നു. വീട്ടിൽ അഥവാ കുട്ടികളുടെ വഴക്കുകൾ ഉണ്ടെങ്കിൽ അശാന്തി ഉണ്ടായിരിക്കും. അശാന്തിയിലൂടെ ദുഃഖം അനുഭവപ്പെടുന്നു, ശാന്തിയിലൂടെ സുഖം അനുഭവപ്പെടുന്നു. ഇവിടെ നിങ്ങൾ കുട്ടികൾ ഇരിക്കുന്നു. നിങ്ങൾക്ക് സത്യമായ ശാന്തിയുണ്ട്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ബാബയെ ഓർമ്മിക്കൂ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ആത്മാവിൽ പകുതി കൽപ്പമായി ഏതൊരു അശാന്തിയാണോ ഉള്ളത്, അത് മാറേണ്ടത് ശാന്തിയുടെ സാഗരമായ ബാബയെ ഓർമ്മിക്കുന്നതിലൂടെയാണ്. നിങ്ങൾക്ക് ശാന്തിയുടെ സമ്പത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശാന്തിയുടെ ലോകവും അശാന്തിയുടെ ലോകവും തികച്ചും വ്യത്യസ്തമാണ് എന്ന് നിങ്ങൾ അറിയുന്നു. ആസുരീയ ലോകമെന്നും ഈശ്വരീയ ലോകമെന്നും സത്യയുഗമെന്നും കലിയുഗമെന്നും ഏതിനെയാണ് പറയുന്നത് എന്ന് മനുഷ്യർക്ക് അറിയില്ല. നമുക്കും അറിയില്ലായിരുന്നു എന്ന് നിങ്ങൾ പറയും. എത്ര തന്നെ പൊസിഷൻ ഉള്ളവർ ആയിരുന്നാലും ശരി, ധനമുള്ളവരെ പൊസിഷൻ ഉള്ളവർ എന്ന് പറയുന്നു. ദരിദ്രരെയും ധനികരെയും മനസ്സിലാക്കുവാൻ സാധിക്കുന്നുവല്ലോ. അതുപോലെ തീർച്ചയായും ഈശ്വരീയ സന്താനവും ആസുരീയ സന്താനവും ഉണ്ട് എന്ന് നിങ്ങൾക്കും മനസ്സിലാക്കുവാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ മധുരമായ കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ഈശ്വരീയ സന്താനമാണ്. ഈ ഉറച്ച നിശ്ചയമുണ്ടല്ലോ. ബ്രാഹ്മണരായ നിങ്ങൾ മനസ്സിലാക്കുന്നു, ഈശ്വരീയ സമ്പ്രദായമായ നമ്മൾ സ്വർഗവാസി വിശ്വത്തിൻ്റെ അധികാരിയും ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ നിമിഷവും ആ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ഇത് യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. സത്യയുഗത്തിൽ ഈശ്വരീയ സമ്പ്രദായമാണ്, കലിയുഗത്തിലാണ് ആസുരീയ സമ്പ്രദായം. പുരുഷോത്തമ സംഗമയുഗത്തിൽ ആസുരീയ സമ്പ്രദായം മാറുന്നു. ഇപ്പോൾ നമ്മൾ ശിവ് ബാബയുടെ സന്താനമായിരിക്കുന്നു. ഇടയ്ക്ക് വെച്ച് മറന്നുപോയിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ സമയം നമ്മൾ ശിവ് ബാബയുടെ സന്താനമാണ് എന്നറിഞ്ഞു. അവിടെ സത്യയുഗത്തിൽ ആരും സ്വയം ഈശ്വരീയ സന്താനമാണ് എന്ന് പറയുന്നില്ല. അവിടെയുള്ളത് ദേവതാ സന്താനമാണ്. ഇതിനു മുമ്പ് നമ്മൾ ആസുരീയ സന്താനമായിരുന്നു. ഇപ്പോൾ ഈശ്വരീയ സന്താനമായിരിക്കുന്നു. നമ്മൾ ബ്രാഹ്മണർ ആണ്. രചന ഒരു ബാബയുടേതാണ്. നിങ്ങളെല്ലാവരും സഹോദരി സഹോദരനുമാണ്, ഈശ്വരീയ സന്താനവുമാണ്. നിങ്ങൾക്കറിയാം, ബാബയിൽ നിന്നും രാജ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ നമ്മൾ പോയി ദേവി സ്വരാജ്യം നേടും, സുഖമുള്ളവരാകും. തീർച്ചയായും സത്യയുഗം സുഖത്തിൻ്റെ ധാമമാണ്, കലിയുഗം ദുഃഖധാമമാണ്. ഇത് നിങ്ങൾ സംഗമയുഗി ബ്രാഹ്മണർ മാത്രമാണ് അറിയുന്നത്. ആത്മാവ് തന്നെയാണ് ഈശ്വരീയ സന്താനം. ബാബ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്നു എന്നതും അറിയുന്നുണ്ട്. ആ ഒന്ന് രചയിതാവാണല്ലോ, നരകത്തിൻ്റെ ക്രിയേറ്റർ അല്ല. അതിനെ ആരോർമ്മിക്കുവാനാണ്? നിങ്ങൾ മധുരമായ കുട്ടികൾക്കറിയാം, ബാബ സ്വർഗം സ്ഥാപിച്ചു കൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ വളരെ മധുരമായ അച്ഛനാണ്. നമ്മെ 21 ജന്മങ്ങളിലേക്ക് സ്വർഗവാസിയാക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു കാര്യം ഉണ്ടായിരിക്കുന്നില്ല. ഈ വിവേകം നിലനിർത്തേണ്ടതാണ്. നമ്മൾ ഈശ്വരീയ സന്താനമാണ്. അതിനാൽ നമ്മിൽ യാതൊരു ആസുരീയ അവഗുണവും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്.
തൻ്റെ ഉന്നതി ചെയ്യേണ്ടതുണ്ട്. സമയം ബാക്കി കുറച്ചേ ഉള്ളൂ. ഇതിൽ അലംഭാവം കാണിക്കാൻ പാടില്ലാത്തതാണ്. മറന്നു പോകരുത്, ബാബ മുന്നിലിരിക്കുകയാണ് എന്നത് കാണുന്നുണ്ട്. ആ ഒന്നിൻ്റെ സന്താനമാണ് നമ്മൾ ഈശ്വരനായ ബാബയിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവീ സന്താനം ആകുന്നതിന് വേണ്ടി. അതിനാൽ എത്ര സന്തോഷം ഉണ്ടാകേണ്ടതാണ്. ബാബ കേവലം പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം വിനാശമാകും. ബാബ വന്നിരിക്കുന്നത് എല്ലാവരെയും കൊണ്ടുപോകാനാണ്. എത്രത്തോളം ഓർമ്മിക്കുമോ അത്രയും വികർമ്മം വിനാശമാകും. അജ്ഞാനത്തിൽ ഏതെങ്കിലും കന്യകയുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ ഓർമ്മ തീർത്തും പതിയുന്നു. കുട്ടി ജനിക്കുമ്പോൾ ഓർമ്മ കൂടുതൽ പതിയുന്നു. ഈ ഓർമ്മ സ്വർഗത്തിലും പതിയുന്നു, നരകത്തിലും പതിയുന്നു. കുട്ടി പറയും, ഇത് എൻ്റെ അച്ഛനാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ പരിധിയില്ലാത്ത അച്ഛനാണ്. ആ ഒന്നിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കുന്നു. അതിനാൽ ആ ഒന്നിൻ്റെ ഓർമ്മ പതിയേണ്ടത് ആവശ്യമാണ്. ബാബയിൽ നിന്നും നമ്മൾ ഭാവിയിലെ 21 ജന്മങ്ങളിലേക്ക് വീണ്ടും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിയിൽ സമ്പത്തിൻ്റെ ഓർമ്മയാണ് ഉള്ളത്. എല്ലാവർക്കും മരിക്കേണ്ടതുണ്ട് എന്നും അറിയാം. ഒരാൾ പോലും അവശേഷിക്കാൻ പോകുന്നില്ല. ഡിയറസ്റ്റിലും ഡിയറസ്റ്റായ, അതായത് പ്രിയത്തിലും പ്രിയമായ ആരെല്ലാം ഉണ്ടോ എല്ലാവരും പോകും. ഇത് ബ്രാഹ്മണരായ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. ഈ പഴയ ലോകം ഇപ്പോൾ പോവുകയാണ്. അത് പോകുന്നതിന് മുമ്പ് പൂർണ്ണമായും പുരുഷാർത്ഥം ചെയ്യണം. ഈശ്വരീയ സന്താനമായിരിക്കെ അളവറ്റ സന്തോഷമുണ്ടാകേണ്ടതാണ്. ബാബ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, കുട്ടികളെ, തൻ്റെ ജീവിതം വജ്രതുല്യമാക്കൂ. അത് ഡേറ്റീവ് വേൾഡാണ്, ഇത് ഡെവിൾ വേൾഡാണ്. സത്യയുഗത്തിൽ എത്ര അളവറ്റ സുഖമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ബാബയാണ് നൽകുന്നത്. ഇവിടെ നിങ്ങൾ ബാബയുടെ അടുക്കൽ വന്നിരിക്കുന്നു. ഇവിടെ തന്നെ ഇരിക്കുകയില്ല, എല്ലാവരും ഒരുമിച്ച് ഇരിക്കുകയില്ല. കാരണം പരിധിയില്ലാത്ത കുട്ടികളുണ്ട്. ഇവിടെ നിങ്ങൾ വളരെ ഉന്മേഷത്തോടെ വരുന്നു. നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുക്കൽ പോകുന്നു. നമ്മൾ ഈശ്വരീയ സന്താനങ്ങളാണ്, ഗോഡ് ഫാദറിൻ്റെ സന്താനങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്തിന് സ്വർഗത്തിൽ ഇല്ലാതിരിക്കണം? ഗോഡ് ഫാദർ സ്വർഗം രചിക്കുന്നുവല്ലോ. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ വേൾഡിൻ്റെയും ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ട്. ഹെവൻലി ഗോഡ് ഫാദർ നമ്മെ സ്വർഗത്തിന് യോഗ്യരാക്കിക്കൊണ്ടിരിക്കുന്നു എന്നറിയാം. കൽപ്പകൽപ്പം ആക്കുന്നു. നമ്മൾ ആക്ടറാണ് എന്നറിയുന്ന ഒരു മനുഷ്യൻ പോലുമില്ല. ഗോഡ് ഫാദറിൻ്റെ കുട്ടികളാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ദുഃഖിതരായിരിക്കുന്നു? എന്തിന് പരസ്പരം അടികൂടുന്നു? നമ്മൾ ആത്മാക്കളെല്ലാം സഹോദരങ്ങളാണല്ലോ. സഹോദരങ്ങൾ പരസ്പരം എങ്ങനെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്? അടികൂടി ഇല്ലാതാകും. ഇവിടെ നമ്മൾ ബാബയിൽ നിന്നും സമ്പത്ത് എടുത്തുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങൾ പരസ്പരം ഒരിക്കലും ഉപ്പുവെള്ളം ആകരുത്. ഇവിടെയാകട്ടെ ബാബയോട് പോലും ഉപ്പുവെള്ളം ആകുന്നു. നല്ല നല്ല കുട്ടികൾ ഉപ്പുവെള്ളമായി മാറുന്നു. മായ എത്ര ബലവാനാണ്! ആരാണോ നല്ല നല്ല കുട്ടികൾ, ബാബയ്ക്ക് അവരുടെ ഓർമ്മ ഉണ്ടാകുന്നു. ബാബയ്ക്ക് കുട്ടികളോട് എത്ര സ്നേഹമുണ്ട്! ബാബയ്ക്ക് കുട്ടികളല്ലാതെ ഓർമ്മിക്കാൻ മറ്റാരുമില്ല. നിങ്ങൾക്കാണെങ്കിൽ വളരെ പേരുണ്ട്. നിങ്ങളുടെ ബുദ്ധി അവിടെയും ഇവിടെയും പോകുന്നു. തൊഴിലിലും മറ്റും ബുദ്ധി പോകുന്നു. എനിക്കാകട്ടെ ഏതെങ്കിലും തൊഴിലോ മറ്റോ ഇല്ല. നിങ്ങൾ അനേകം കുട്ടികൾക്ക് അനേകം തൊഴിലുണ്ട്. എനിക്ക് ഒരേ ഒരു തൊഴിലാണ് ഉള്ളത്. ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളെ സ്വർഗത്തിൻ്റെ അവകാശി ആക്കുവാനാണ്. പരിധിയില്ലാത്ത ബാബയുടെ പ്രോപ്പർട്ടി കുട്ടികളായ നിങ്ങൾ മാത്രമാണ്. ഗോഡ് ഫാദർ ആണല്ലോ. എല്ലാ ആത്മാക്കളും ആ ഒന്നിൻ്റെ പ്രോപ്പർട്ടിയാണ്. മായ മോശമാക്കി മാറ്റി. ഇപ്പോൾ ബാബ പുഷ്പമാക്കി മാറ്റുന്നു. ബാബ പറയുന്നു, എനിക്ക് നിങ്ങൾ മാത്രമാണുള്ളത്. നിങ്ങളിൽ എനിക്ക് മോഹവുമില്ല. കത്തെഴുതുന്നില്ലെങ്കിൽ ചിന്തയുണ്ടാകുന്നു. നല്ല നല്ല കുട്ടികളുടെ കത്ത് വരുന്നില്ല. നല്ല നല്ല കുട്ടികളെ ഒറ്റയടിക്ക് മായ ഇല്ലാതാക്കുന്നു. ദേഹാഭിമാനം തീർച്ചയായും ഉണ്ട്. ബാബ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തൻ്റെ സുഖക്ഷേമങ്ങൾ എഴുതൂ.
ബാബ കുട്ടികളോട് ചോദിക്കുന്നു, കുട്ടികളെ, നിങ്ങളെ മായ ശല്യം ചെയ്യുന്നില്ലല്ലോ. ധീരന്മാരായി മായയുടെ മേൽ ജയം നേടുന്നുണ്ടല്ലോ. നിങ്ങൾ യുദ്ധത്തിൻ്റെ മൈതാനത്തിലാണല്ലോ. കർമ്മേന്ദ്രിയങ്ങൾക്ക് യാതൊരു ചഞ്ചലതയും ഉണ്ടാകാത്ത വിധം അതിനെ വശപ്പെടുത്തണം. സത്യയുഗത്തിൽ എല്ലാ കർമ്മേന്ദ്രിയങ്ങളും നിയന്ത്രണത്തിൽ ഇരിക്കുന്നു. കർമ്മേന്ദ്രിയങ്ങളുടെ യാതൊരു ചഞ്ചലതയും ഉണ്ടായിരിക്കുന്നില്ല. വായുടെയോ കൈയുടെയോ കാതിൻ്റെയോ യാതൊരു ചഞ്ചലതയുടെയും കാര്യം ഉണ്ടായിരിക്കുന്നില്ല. അവിടെ മലിനമായ ഒരു വസ്തുവും ഉണ്ടായിരിക്കുന്നില്ല. ഇവിടെ യോഗബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ ജയം നേടുന്നു. ബാബു പറയുന്നു, യാതൊരു മലിനമായ കാര്യവും പാടില്ല. കർമ്മേന്ദ്രിയങ്ങളെ വശപ്പെടുത്തണം. നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യണം. സമയം വളരെ കുറച്ചേ ഉള്ളൂ. വളരെയധികം കഴിഞ്ഞുപോയി, അല്പമാണ് അവശേഷിക്കുന്നത് എന്ന് മഹിമയുണ്ട്. ഇപ്പോൾ അല്പമാണ് അവശേഷിക്കുന്നത്. പുതിയ കെട്ടിടം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ എന്നത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ഇത് തയ്യാറാകും. ബാക്കി ഈ കുറച്ച് കാര്യമേ ഉള്ളൂ. അത് പരിധിയുള്ള കാര്യമാണ്. ഇത് പരിധിയില്ലാത്ത കാര്യമാണ്. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. അവരുടേത് സയൻസിൻ്റെ ബലമാണ്, നിങ്ങളുടേത് സൈലൻസിൻ്റെ ബലമാണ്. അവരുടേതും ബുദ്ധിബലമാണ്, നിങ്ങളുടേതും ബുദ്ധിബലമാണ്. സയൻസും എത്ര കണ്ടുപിടുത്തങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ അങ്ങനെയുള്ള ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ബോംബിടും. അപ്പോൾ മുഴുവൻ പട്ടണവും ഇല്ലാതായി പോകും എന്ന് പറയുന്നു. പിന്നെ ഈ സേനകൾ എയ്റോപ്ലെയിനും മറ്റും ഉപയോഗത്തിൽ വരില്ല. അത് സയൻസിൻ്റെ ബുദ്ധിയാണ്, നിങ്ങളുടേത് സൈലൻസിൻ്റെ ബുദ്ധിയാണ്. അവർ വിനാശത്തിന് വേണ്ടി നിമിത്തമായവരാണ്. നിങ്ങൾ അവിനാശി പദവി നേടുന്നതിന് വേണ്ടി നിമിത്തമായിരിക്കുന്നു. ഇതും മനസ്സിലാക്കാനുള്ള ബുദ്ധി വേണമല്ലോ. കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ബാബ എത്ര സഹജമായ വഴി പറഞ്ഞു തരുന്നു. എത്ര തന്നെ അഹല്യമാരും കുബ്ജകളും ഉണ്ടായിരുന്നാലും 2 വാക്ക് മാത്രം ഓർമ്മിക്കണം: ബാബയും സമ്പത്തും. പിന്നെ ആര് എത്ര ഓർമ്മിക്കുന്നുവോ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. മറ്റു കൂട്ടുകെട്ട് ഇല്ലാതാക്കി ഒരു ബാബയെ ഓർമ്മിക്കണം. ബാബ പറയുന്നു, ഞാൻ എൻ്റെ വീടാകുന്ന പരംധാമത്തിൽ ആയിരുന്നപ്പോൾ ഭക്തിമാർഗത്തിൽ നിങ്ങൾ വിളിച്ചിരുന്നു. ബാബ അങ്ങ് വരുമെങ്കിൽ നമ്മൾ സർവ്വതും ബലിയർപ്പണം ചെയ്യും എന്ന്. ഇത് കർണേഘോറിനെ പോലെയായി. കർണേഘോറിൻ അർത്ഥം മരിച്ചുപോയ ഒരാളുടെ എല്ലാ പഴയ കാര്യങ്ങളും എടുക്കുന്ന ബ്രാഹ്മണൻ. കർണേഘോറിന് പഴയ സാധനങ്ങൾ നൽകുന്നു. നിങ്ങൾ ബാബയ്ക്ക് എന്ത് നൽകും? ഇദ്ദേഹത്തിന് ബ്രഹ്മാവിനല്ലല്ലോ നൽകുന്നത്. ഇദ്ദേഹവും സർവ്വതും നൽകിക്കഴിഞ്ഞു. ഇദ്ദേഹം ഇവിടെ ഇരുന്ന് കൊട്ടാരം നിർമ്മിക്കുകയൊന്നുമില്ല. ഇതെല്ലാം ശിവബാബയ്ക്ക് വേണ്ടിയാണ്. ആ ഒന്നിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ് ഡയറക്ഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾ പറയുന്നു, ബാബ നമുക്ക് അങ്ങ് മാത്രമാണ്. താങ്കൾക്കാകട്ടെ വളരെ അധികം കുട്ടികളുണ്ട്. ബാബ പറയുന്നു, എനിക്ക് നിങ്ങൾ കുട്ടികളേ ഉള്ളൂ. നിങ്ങൾക്കാകട്ടെ ധാരാളം പേരുണ്ട്. എത്ര ദേഹസംബന്ധികളുടെ ഓർമ്മയാണ് ഉണ്ടായിരിക്കുന്നത്. മധുരമധുരമായ കുട്ടികളോട് ബാബ പറയുന്നു, എത്ര സാധിക്കുമോ ബാബയെ ഓർമ്മിക്കൂ, മറ്റെല്ലാവരെയും മറക്കൂ. സ്വർഗത്തിൻ്റെ രാജപദവിയുടെ വെണ്ണ നിങ്ങൾക്കാണ് ലഭിക്കുന്നത്. എങ്ങനെയാണ് ഈ കളിയുടെ രചന എന്ന് അല്പമൊന്ന് ചിന്തിക്കൂ. നിങ്ങൾ കേവലം ബാബയെ ഓർമ്മിക്കുന്നു. സ്വദർശന ചക്രധാരി ആകുന്നതിലൂടെ ചക്രവർത്തി രാജാവാകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ പ്രാക്ടിക്കലിൽ അനുഭവിയാണ്. ഭക്തി പരമ്പരയായി തുടർന്നു വരുന്നു എന്ന് മനുഷ്യർ മനസ്സിലാക്കുന്നു. വികാരവും പരമ്പരയായി തുടർന്നു വരുന്നു. ഈ ലക്ഷ്മിനാരായൺ രാധാകൃഷ്ണന്മാർക്ക് കുട്ടികളുണ്ടായിരുന്നുവല്ലോ. കുട്ടികൾ എന്തുകൊണ്ട് ഇല്ലാതിരിക്കണം? പക്ഷേ അവരെ പറയുന്നത് സമ്പൂർണ്ണ നിർവികാരി എന്നാണ്. ഇവിടെ സമ്പൂർണ്ണ വികാരികളാണ്. പരസ്പരം അപകീർത്തി വരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക്
ശ്രീയായ ബാബയുടെ ശ്രീമത് ലഭിക്കുന്നു. നിങ്ങളെ ശ്രേഷ്ഠമാക്കി മാറ്റുന്നു. ബാബ പറയുന്നത് അംഗീകരിക്കില്ല എങ്കിൽ പിന്നെ ആയിത്തീരുകയില്ല. ഇനി അംഗീകരിക്കാം, അംഗീകരിക്കാതിരിക്കാം. സൽപുത്രരായ കുട്ടികൾ ഉടൻ അനുകരിക്കും. പൂർണ്ണമായ സഹായം നൽകുന്നില്ലെങ്കിൽ സ്വയം തനിക്ക് നഷ്ടമുണ്ടാക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം വരുന്നു, എത്ര പുരുഷാർത്ഥം ചെയ്യിക്കുന്നു, എത്ര സന്തോഷത്തിലേക്ക് കൊണ്ടുവരുന്നു. ബാബയിൽ നിന്നും പൂർണ്ണമായും സമ്പത്ത് നേടുന്നതിൽ തന്നെയാണ് മായ അലംഭാവം വരുത്തുന്നത്. പക്ഷെ നിങ്ങൾ ആ കെണിയിൽ കുടുങ്ങരുത്. മായയോടാണ് യുദ്ധമുണ്ടാകുന്നത്. വളരെ വലിയ വലിയ കൊടുങ്കാറ്റ് വരും. അതിലും അവകാശികളോടാണ് മായ കൂടുതൽ യുദ്ധം ചെയ്യുന്നത്. റുസ്തമിനോട് റുസ്തമായി യുദ്ധം ചെയ്യും. വൈദ്യം ഔഷധം നൽകുമ്പോൾ രോഗം മുഴുവൻ പുറത്തു വരുന്നു. ഇവിടെയും എൻ്റേതാകുമ്പോൾ പിന്നെ എല്ലാവരുടെയും ഓർമ്മ വരാൻ തുടങ്ങും. കൊടുങ്കാറ്റ് വരും. ഇതിൽ ലൈൻ ക്ലിയർ ആയിരിക്കേണ്ടതാണ്. നമ്മൾ ആദ്യം പവിത്രമായിരുന്നു, പിന്നെ പകുതി കൽപ്പം അപവിത്രമായി. ഇപ്പോൾ വീണ്ടും തിരിച്ചു പോകണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ ഈ യോഗാഗ്നിയിലൂടെ നിങ്ങളുടെ വികർമ്മങ്ങൾ വിനാശമാകും. എത്ര ഓർമ്മിക്കുമോ അത്രയും ഉയർന്ന പദവി നേടും. ഓർമ്മിച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകും. ഇതിൽ പൂർണ്ണമായും അന്തർമുഖത ആവശ്യമാണ്. ജ്ഞാനവും ആത്മാവിലാണല്ലോ ധാരണയാകുന്നത്. ആത്മാവാണ് പഠിക്കുന്നത്. ആത്മാവിൻ്റെ ജ്ഞാനവും പരമാത്മാവായ ബാബയാണ് വന്ന് നൽകുന്നത്. വിശ്വത്തിൻ്റെ അധികാരിയാകുന്നതിനു വേണ്ടി നിങ്ങൾ ഇത്രയും ഭാരിച്ച ജ്ഞാനം എടുക്കുന്നു. എന്നെ നിങ്ങൾ പതീത പാവനൻ, ജ്ഞാനത്തിൻ്റെ സാഗരം, ശാന്തിയുടെ സാഗരം എന്ന് പറയുന്നു. എൻ്റെ പക്കൽ എന്തുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് നൽകുന്നു. പിന്നെ ദിവ്യദൃഷ്ടിയുടെ താക്കോൽ മാത്രം നൽകുന്നില്ല. അതിനു പകരം പിന്നെ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സാക്ഷാത്കാരത്തിൽ യാതൊന്നുമില്ല. മുഖ്യമായത് പഠനമാണ്. പഠനത്തിലൂടെ നിങ്ങൾക്ക് 21 ജന്മങ്ങളിലേക്ക് സുഖം ലഭിക്കുന്നു. മീരയുടേതുമായി നിങ്ങൾ സ്വന്തം സുഖത്തെ താരതമ്യം ചെയ്യൂ. മീര കലിയുഗത്തിലായിരുന്നു, സാക്ഷാത്കാരം കണ്ടു. പിന്നെ എന്തായി? ഭക്തിയുടെ മാല തന്നെ വേറെയാണ്. ജ്ഞാനമാർഗത്തിൻ്റെ മാല വേറെയാണ്. രാവണന്റെ രാജ്യം വേറെയാണ്, നിങ്ങളുടെ രാജ്യം വേറെയാണ്. അതിനെ പകലെന്നും മറ്റേതിനെ രാത്രി എന്നും പറയുന്നു. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാഗ്ദാദിയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഓർമ്മയുടെ ബലത്തിലൂടെ തൻ്റെ കർമ്മേന്ദ്രിയങ്ങൾക്ക് യാതൊരു ചഞ്ചലതയും ഉണ്ടാകാത്ത വിധത്തിൽ വശപ്പെടുത്തണം. സമയം വളരെ കുറവാണ്. അതിനാൽ നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്ത് മായാജീത് ആകണം. ബാബ നൽകുന്ന ജ്ഞാനത്തെ അന്തർമുഖിയായി ധാരണ ചെയ്യണം. ഒരിക്കലും പരസ്പരം ഉപ്പുവെള്ളം ആകരുത്. ബാബയ്ക്ക് തൻ്റെ സുഖക്ഷേമങ്ങളുടെ സമാചാരം തീർച്ചയായും നൽകണം. വരദാനം: മംഗളകാരി വൃത്തിയിലൂടെ സേവനം ചെയ്യുന്ന സർവ ആത്മാക്കളുടെയും ആശീർവാദങ്ങളുടെ അധികാരിയായി ഭവിക്കട്ടെ. മംഗളകാരി വൃത്തിയിലൂടെ സേവനം ചെയ്യുക. ഇത് സർവ ആത്മാക്കളുടെയും ആശീർവാദങ്ങൾ പ്രാപ്തമാക്കുന്നതിൻ്റെ ഉപാധിയാണ്. നമ്മൾ വിശ്വ മംഗളകാരിയാണ് എന്ന ലക്ഷ്യം ഉണ്ടെന്നിരിക്കെ അമംഗളത്തിൻ്റെ കർത്തവ്യം ഉണ്ടാവുക സാധ്യമല്ല. കാര്യം ഏതുപോലെയായിരിക്കുമോ അതുപോലെയായിരിക്കും ധാരണകൾ. അഥവാ കാര്യം ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ സദാ ദയാഹൃദയനും സദാ മഹാദാനിയും ആയിരിക്കും. ഓരോ ചുവടിലും മംഗളകാരി വൃത്തിയിലൂടെ നടക്കും. ഞാനെന്ന ഭാവം വരികയില്ല. നിമിത്തഭാവം ഓർമ്മയുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സേവാധാരിക്ക് സേവനത്തിൻ്റെ റിട്ടേണായി സർവ ആത്മാക്കളുടെയും ആശീർവാദങ്ങളുടെ അധികാരം പ്രാപ്തമാകുന്നു. സ്ലോഗൻ: സാധനങ്ങളുടെ ആകർഷണം സാധനയെ ഖണ്ഡിക്കുന്നു. അവ്യക്ത സൂചന:
ആത്മീയ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നതിൻ്റെ അഭ്യാസം ചെയ്യൂ. അന്തർമുഖിയാകൂ. അന്തർമുഖിയായ ആത്മാക്കൾ 3 പ്രകാരത്തിലുള്ള ഭാഷയുടെ അനുഭവി ആയിരിക്കും. 1. നയനങ്ങളുടെ ഭാഷ. 2. ഭാവനയുടെ ഭാഷ. 3. സങ്കല്പത്തിൻ്റെ ഭാഷ. ഈ 3 പ്രകാരത്തിലുമുള്ള ഭാഷ ആത്മീയ യോഗി ജീവിതത്തിൻ്റെ ഭാഷയാണ്. എത്രത്തോളം താങ്കൾ അന്തർമുഖി സ്വീറ്റ് സൈലൻസ് സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമോ, അത്രയും ഈ 3 ഭാഷകളിലൂടെ സർവ ആത്മാക്കൾക്കും അനുഭവം ഉണ്ടാക്കിക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ആത്മീയ ഭാഷയുടെ അഭ്യാസി ആകൂ. ഓം ശാന്തി. ശാന്തി സാഗരമായ ബാബയുമായി കമ്പൈൻഡായി ഇരിക്കുമ്പോൾ ഞാൻ മാസ്റ്റർ ശാന്തി സാഗരമായി മാറുന്നു. ഈ അവസ്ഥയിൽ എൻ്റെ ചിത്തം പരിപൂർണ ശാന്തതയിലാണ്. എൻ്റെ വൃത്തി ആത്മീയവും ശക്തിശാലിയുമാണ്. വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ ശാന്തിയുടെ അവതാരമായി മാറുന്നു. ഞാൻ എൻ്റെ ശക്തിശാലി വൃത്തിയിലൂടെ ശാന്തിയുടെ വൈബ്രേഷൻസ് വിശ്വത്തിൽ വ്യാപിപ്പിക്കുകയാണ്. ശാന്തിയുടെ വായുമണ്ഡലം ഈ വിശ്വത്തിൽ രചിക്കപ്പെടുന്നു. ശാന്തിയുടെ സാഗരമായ ബാബയുമായി കമ്പൈൻഡ് ആയിരുന്ന ശാന്തിയുടെ കിരണങ്ങൾ വിശ്വത്തിലേക്ക് അയക്കുമ്പോൾ അശാന്തരായ ആ ആത്മാക്കളുടെ വൃത്തി പരിവർത്തനപ്പെടുകയാണ്. അവരുടെ ചിത്തത്തിൽ ശാന്തത നിറയുകയാണ്. അവരും സ്വധർമ്മമായ ശാന്തതയിൽ സ്ഥിതി ചെയ്യുകയാണ്.